നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് നീ മരണപ്പെട്ടതിന് ശേഷം ഖബറിലേക്ക് നീ എത്തിപ്പെടുമ്പോ ആ ഖബറിന്റെ സമീപത്തിൽ നിന്ന് നിന്നെ മഹ്ശറയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിലൂടെ പുനർജീവിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഊത്തിലൂടെ ثم نفخ فيه أخرى فإذا هم قيام ينظرون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ഖബറിൽ നിന്ന് ജനങ്ങൾ എഴുന്നേൽക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ദുനിയാവിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണോ, നന്മകൾ പരിപ്പിച്ചവനാണോ, വിശുദ്ധമാക്കപ്പെട്ട ജീവിതം നയിച്ചവനാണോ, അവന്റെ ഖബറിന്റെ സമീപത്തേക്ക് ഒരു മനുഷ്യനിതാ തൂവള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. ആ മനുഷ്യനെ കാണുമ്പോ ഖബറിൽ കിടക്കുന്നവൻ വല്ലാതെ മാനസികമായി വിഭ്രാന്തിയുള്ളതാകുന്ന മനുഷ്യൻ അവൻ വല്ലാതെ സന്തോഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊതൽ കേട്ട് പ്രയാസത്തോടുകൂടി എഴുന്നേൽക്കുമ്പോ ഖബറിന്റെ സമീപത്ത് ഈ മനുഷ്യൻ തൂവള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ മനുഷ്യൻ ഖബറിൽ കിടക്കുന്നവനോട് ചോദിക്കുമത്രേ, ഹൽ താരിഫുനീ, നിനക്കെന്നെ മനസ്സിലായില്ലയോ? ഖബറിൽ കടക്കുന്നവന് പറയുകയാണ്, ഫയഖൂലവന് പറയും, മാ ആരിഫുക്, എനിക്ക് നിന്നെ മനസ്സിലായില്ല, എനിക്ക് നിന്നെ അറിയില്ല. ഉടനെ വീണ്ടും ചോദിക്കുകയാണ്, ഹൽ താരിഫൂനി, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഖബറിൽ നിന്ന് നാളെ പുനർജീവിപ്പിക്കാൻ, ഖബറിൽ നിന്ന് നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കൺമുന്നിൽ കാണുന്നതായ മനുഷ്യൻ നല്ല തൂവള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ചോദിക്കും, നിനക്കെന്നെ മനസ്സിലായില്ലേ? ദുനിയാവിൽ തന്നെ പരിചയമില്ലാത്തവരെ കാണുന്നത് പോലെ, എനിക്ക് മനസ്സിലായില്ല. മാരിഫുക്ക്, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ആരാണ് നീ? ഫയുഖാലു, ഉടനെ അവനോട് പറയപ്പെടുകയാണ്, അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്നെ പരിശുദ്ധമായ ഖുർആൻ, അല്ലദീ അളമഅതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലതക, നീ നിന്റെ രാത്രിയെ ഉറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി തീർത്തില്ലയോ, പാരായണം ചെയ്തില്ലയോ? ആ ഖുർആനാണ് ഞാൻ. അൽഹംദുലില്ലാഹ്. ഞാനാര് പള്ളിയുടെ അകത്തലത്തിൽ എത്രയോ ഖത്മുകൾ തീർത്ത ആളുകൾ ഇന്ന് ഖബറിൽ വിശ്രമിക്കുന്നതായ അത്തമാരുണ്ട്. വീടിന്റെ അകത്തലങ്ങളിൽ ഖുർആൻ അവ്വൽ വഖത്തിൽ ഓതി തീർത്തതാകുന്ന ഖത്മുകൾ ധാരാളം തീർത്തതാകുന്ന അമ്മമാരുണ്ട്. ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെടുമ്പോ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിനക്കെന്നെ മനസ്സിലായില്ലേ? തൂവള്ള വസ്ത്രം ധരിച്ചതാകുന്ന ആളാണ് ചോദിക്കുന്നത്. ഇല്ല എന്ന മറുപടി കൊടുക്കുമ്പോൾ ആ മനുഷ്യന് പറയുകയാണ്, മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു എന്നെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ നിന്റെ വിശുദ്ധമായ ഖുർആനാണ്. നിനക്ക് ഷഫിയായി, നിനക്ക് ശുപാർശകനായി ഇനി അങ്ങോട്ടുള്ള എല്ലാ തലത്തിലും ഞാനുണ്ട്, പേടിക്കണ്ട. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഓതുന്നതിന്റെ മഹത്വമാണ് മുസ്ലിമേ. ഖുർആന്റെ വാഹകർക്ക് കിട്ടുന്ന നേട്ടമാണ്. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽവദ് ദുനിയാ വഅൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആരൊരുവനെ പാരായണം ചെയ്യുന്നുണ്ടോ, ആരൊരുവനെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ടോ, ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തടുക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ ഈ ദുനിയാവിൽ കേൾക്കുന്നവരുണ്ടോ? ഫൈദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലക്കും തുർഹമൂൻ.
പരിശുദ്ധമായ ഖുർആൻ കേട്ടാൽ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുന്യവിയാകുന്ന എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാക്കുന്നതാണ്. ഖുർആൻ ഓതിയാൽ ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ്. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. വീടിന്റെ അകത്തലങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ വെച്ചിട്ട് ഓതാത്തതാകുന്ന മുസ്ലിമീങ്ങളില്ലേ, ഞാനാരുപള്ളിയുടെ പരിസരത്തുള്ളതാകുന്ന സത്യവിശ്വാസികളില്ലേ, ആ ഖുർആൻ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത അറിയാതെ പോകരുതേ, അറിയാതെ പോകരുതേ. എന്റെ വീട്ടിൽ 10 ഖുർആനുണ്ട്, 30 ജുസുഇന്റെ 20 ഖുർആനുണ്ട് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല മുസ്ലിമേ. ആ ഖുർആൻ പാരായണം ചെയ്തില്ല എങ്കിൽ ഖുർആൻ നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. ഇന്നത്തെ തലമുറ ഖുർആൻ ഓതാത്തവരായി മാറുകയാണ്. ശഹ്റുൽ ഖിറാഅ, ശഅബാനിന്റെ മറ്റൊരു പേര് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. പാരായണത്തിന്റെ മാസമാണ്, മാസമാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതി തുടങ്ങേണ്ട മാസമാണ്. റമദാനിലല്ല മുസ്ലിമേ നീ ഓതേണ്ടത്, റമദാനിലല്ല ഓതി തുടങ്ങേണ്ടത്, പരിശുദ്ധമായ ശഅബാൻ മുതലക്ക് തുടങ്ങണേ. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പാരായണം ചെയ്തുകൊണ്ട് ഖത്മുകൾ തീർക്കണേ, തീർക്കണേ. ആദരവായ പ്രവാചകന്റെ സവിധത്തിൽ വന്ന് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാകുന്ന അമൽ ഏതാണ്? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സ്വഹാബ. അർത്ഥം തിരിയാത്ത സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ പറയുമോ റസൂലേ? എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ അറിയിച്ചു നൽകുമോ ഹബീബേ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഇദാ ഖതമ ഖതമതാ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർത്താൽ വീണ്ടും തുടങ്ങി വെക്കുന്ന പ്രവണതയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലാണിതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കുന്ന പാഠമാണ്, പാഠമാണ്. ഞാനാരുപള്ളി ജമാഅത്തിലുള്ള പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, എത്ര ഖത്മുകൾ നിന്റെ ജീവിതത്തിൽ നീ ഓതി തീർത്തിട്ടുണ്ട്? വയസ്സ് 20 ആയില്ലേ, 30 ആയില്ലേ, 40 ആയില്ലേ, 50, 60, 70 കഴിഞ്ഞു പോയവരില്ലേ? നിന്റെ ആയുസിന്റെ എണ്ണം കണ്ടിട്ടെങ്കിലും പരിശുദ്ധമായ ഖുർആൻ നീ ഖത്മ തീർത്തവനാണോ? അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫി റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന അയിമ്മത്തുകളെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാൻ അല്ലാത്തപ്പോൾ തന്നെ എല്ലാ ദിവസവും ഒരു ഖത്മ ഓതി തീർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാൻ കടന്നു വന്നാൽ ഒരു ദിവസം തന്നെ 2 ഖത്മുകൾ ഓതുകയാണ്. റമദാൻ അല്ലാത്തപ്പോൾ ഒരു ഖത്മ ഓതി പൂർത്തീകരിക്കും അത്രേ. ഒരു ദിവസത്തിൽ ഒരു ഖത്മ ഓതുകയാണ്, ഓതുകയാണ്. ദിവസത്തിൽ ഒരു പേജ് പോലും ഓതാതെ, ഖുർആനുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാതെ, ഖുർആന്റെ വാഹകരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ എങ്ങനെയാണ് ഖുർആന്റെ വാഹകരായി തീരുക? ഒരിക്കലും ഖുർആനുമായി ബന്ധമില്ലാത്ത വ്യക്തിയായി നീ മാറല്ലേ, മാറല്ലേ. ആദരവായ പ്രവാചകന് പറയുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ഖബറിനകത്ത് നിനക്ക് ആശ്വാസത്തിന്റെ വചനവുമായി മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, തീർന്നില്ല, തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിതാ വലിയതാകുന്ന അധികാരം നൽകുകയാണ്. അവൽ ഖുൽദു ബിശിമാലിഹി വയുഅതാ ബിയമീനിഹി അൽ മുൽക്കു. ഖബറിൽ ഇരിക്കുന്നതാകുന്ന മനുഷ്യൻ ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവന്റെ വലതുഭാഗത്ത് അവന് രാജാധികാരം അല്ലാഹു നൽകുകയാണ്, നൽകുകയാണ്.
മലക്കുകൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് ജീവിച്ച, ഖുർആൻ നല്ലതുപോലെ ഓതി തീർത്തതാകുന്ന വ്യക്തിക്ക് അവന്റെ വലത് ഭാഗത്തേക്ക് രാജാധികാരം നൽകുകയാണ്. വൽ ഖുൽദു ബിശിമാലിഹി, രാജാധികാരം മാത്രമല്ല, സ്വർഗത്തിൽ ശാശ്വതത്വത്തിൻ്റെതാകുന്ന കരാറ് പത്രം ഒപ്പിട്ടുകൊണ്ട് ഇടത് ഭാഗത്ത് സമ്മാനിക്കുകയാണ്. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവനല്ലേ, ഖുർആൻ ഓതി തീർത്തവനല്ലേ, ഖത്മുകൾ തീർത്തവനല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകുകയാണ്. 72ാം വാർഷികത്തിൽ 4 കുട്ടികൾ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിറങ്ങുകയും 4 കുട്ടികൾ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിച്ചിറങ്ങുകയും ചെയ്തില്ലേ? അൽഹംദുലില്ലാഹ്. നൂറുൽ ഹുദ അറബിക് കോളേജിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദര സഹോദരി, നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. ഇത് പഠിക്കാൻ വേണ്ടി വിട്ടതാകുന്ന മക്കൾക്ക് കിട്ടുന്ന നേട്ടവും ചെറുതല്ല. വയൂളഉ അലാ റഅസിഹി താജുൽ വഖാർ. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിറങ്ങിയ ഹാഫിലീങ്ങളെ, ഖുർആനിന്റെ വഴിയിലേക്ക് തിരിഞ്ഞതായ മക്കളെ, എത്രയോ മോശപ്പെട്ടതാകുന്ന ജീവിതം നിങ്ങൾക്ക് നയിക്കാമായിരുന്നു. നാട്ടിൽ എത്രയെത്ര ആളുകളാണ്, നിങ്ങളുടെ പ്രായമുള്ളവർ സിനിമാറ്റിക് ഡാൻസ് പഠിക്കുന്നവരില്ലേ, ജിമ്മിന് പോയിട്ട് ശരീരത്തിന്റെ അവയവങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതായ ആളുകളില്ലേ, സിക്സ് പാക്കിന് വേണ്ടി മത്സരിക്കുന്നതായ ആളുകളില്ലേ, മക്കളെ റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ അമ്മമാരില്ലേ, അതിൽ നിന്നെല്ലാം മാറി അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം നെഞ്ചിലേറ്റാൻ കടന്നു വന്നവരെ, വയൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യത്താലുള്ള ഒരു കിരീടം, സ്വർണത്തിൻ്റെതാകുന്ന ഒരു കിരീടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാഫിലീങ്ങളുടെ തലയിലേക്ക് അല്ലാഹു വെച്ചു കൊടുക്കുമത്രേ. അവർക്ക് നൽകുന്ന ബഹുമതിയാണ്. ഒരാൾക്ക് പോലും ലഭിക്കാത്ത, ദുനിയാവിൽ ഒരു വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത അത്യുന്നതമാകുന്ന ബഹുമതിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സൂര്യൻ്റെതാകുന്ന പ്രകാശത്തേക്കാൾ അതിന് പ്രകാശമുണ്ട്, ആ കിരീടത്തിന് പ്രകാശമുണ്ട് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി, സൂര്യനേക്കാൾ പ്രഭയാണ് അതിന്റെ തലയിൽ നിന്ന് അടിച്ചു വീശുന്നതായ കിരീടത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രഭയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. ഇവരെ പരിശുദ്ധമാക്കപ്പെട്ട് ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടതായ രക്ഷിതാക്കളില്ലേ, നൂറുൽ ഹുദ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിട്ടതാകുന്ന മാതാപിതാക്കളില്ലേ, ആ മാതാപിതാക്കളെ വിളിക്കുകയാണ്. ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും മഹത്തുക്കളും ഒരുമിച്ച് നിൽക്കുന്നതായ മഹ്ശറിൽ ആ മാതാപിതാക്കളെ കൊണ്ടുവന്ന് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധരിപ്പിക്കുകയാണ്. വയുക്സാ വാലിദാഹു ബിഹുല്ലതൈർ, സ്വർഗീയമാകുന്ന പട്ടുവസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ധരിപ്പിക്കുമേ. സുബ്ഹാനല്ലാഹ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, ദുനിയാവിൽ ഒരാൾക്കും അതിന്റെ വില നിശ്ചയിക്കാൻ സാധിക്കില്ല സ്വഹാബ. അത്രയേറെ വിലപിടിപ്പുള്ള, കാണാൻ കൗതുകമുള്ളതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതായ പട്ടുവസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമാകുന്ന ഉടയാട മാതാപിതാക്കളെ ധരിപ്പിക്കുമ്പോ പ്രായം ചെന്ന വാപ്പമാരും ഉമ്മമാരും അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ബിമ കുസീനാ ഹാദിഹി യാ അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളെ എന്തിനാണ് ഇത് ധരിപ്പിച്ചത് അല്ലാഹുവേ, എന്തിനാണ് ഞങ്ങൾക്കിത് നൽകിയത് അല്ലാ, ഇത് ധരിക്കാൻ മാത്രം ഞങ്ങൾ വല്ല അമലും ചെയ്തിട്ടുണ്ടോ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കുകൾ മുഖേന പറയുകയാണ്, ബി അഖദി വലദികുമാ അൽ ഖുർആൻ,
നിങ്ങളുടെ മക്കൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി നൂറുൽ ഹുദ സ്ഥാപനത്തിലേക്ക് വരികയും കഴിഞ്ഞതാകുന്ന 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ക്ഷമ അവലംബിച്ചുകൊണ്ട് നിലകൊള്ളുകയും ഖുർആൻ പഠിക്കുകയും ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ ഖുർആൻ പിടിച്ചതിന്റെ കാരണത്താലാണ് നിങ്ങൾക്ക് ഈ വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എന്ന് അല്ലാഹു മാതാപിതാക്കളോട് പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അത്തമാരെ അമ്മമാരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഹിദായത്തുൽ ഇസ്ലാം, നൂറുൽ ഇസ്ലാം അല്ല, ഹിദായത്തുൽ ഇസ്ലാം, ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ നേട്ടം നമുക്ക് ജീവിതത്തിൽ കൈവരിക്കണമെങ്കിൽ നമ്മൾ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. മക്കളെ ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അറിയണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരെന്നറിയുമോ? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ. ഈ ദുനിയാവിൽ തന്നെ നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതായ വ്യക്തിയാണ്. പാരത്രികമാകുന്ന ലോകത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതായ വ്യക്തികളിൽ പെട്ടതായ മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുന്യവിയായ ജീവിതത്തിൽ മനോഹരമായ സംശുദ്ധപരമായ ജീവിതം നയിച്ചപ്പോ അല്ലാഹുവിനോടുള്ള കടമകൾ മറക്കാതെ മനോഹരമായ ജീവിതം നയിച്ചതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം ഇതാ ആഖിറത്തിൽ സാലിഹീങ്ങളോടൊപ്പം അത്രേ. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കൽപ്പനകൾ നൽകിയോ ആ കൽപ്പനകൾ മുഴുവനും പരിപൂർണമായി ശിരസ വഹിച്ച വ്യക്തിയല്ലയോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. إذ قال له ربه أسلم قال أسلمت لله رب العالمين. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞുവല്ലോ, അല്ലയോ ഇബ്രാഹീമേ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ ഇബ്രാഹീമേ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി ശിരസ വഹിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞതായ അതേ വചനം കൊണ്ട് മറുപടി നൽകുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സംരക്ഷകനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്നോട് ഞാനിതാ പരിപൂർണമായി അനുസരണ വർത്തിക്കുന്നു. അല്ലാഹുവിനോട് പരിപൂർണമായി അനുസരണ വർത്തിച്ചുകൊണ്ട് സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിലകൊണ്ടു. പഠിച്ചു വെക്കണ ഈ ഉമ്മത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സാദാ സീത വ്യക്തിയല്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതാ ഖാനിതൻ ലില്ലാഹ്. അണുവിട വ്യതിചലിക്കാതെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെതാകുന്ന കടമകളും ഇസ്ലാമികമാകുന്ന കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശവും പരിപൂർണമായി ശിരസാവഹിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിച്ചതായ വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനമാണ്, ഒരു സമുദായമാണ്, ലോകം മുഴുവനും കണ്ടുപിടിക്കേണ്ടതായ വ്യക്തിത്വമാണ്. വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ
حنيفا واتبع ملة إبراهيم حنيفا. പരിശുദ്ധമാക്കപ്പെട്ടതായ ജീവിതം നയിച്ചതായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതായ പാദങ്ങളെ നിങ്ങൾ പിൻപറ്റണേ. അദ്ദേഹം നടന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കണേ. അദ്ദേഹം ഏത് വഴിയിലാണോ ചരിച്ചത് അതേ أتأمرون الناس بالبر وتنسون أنفسكم. പരിശുദ്ധമായ ഖുർആൻ ഓതി നിലകൊള്ളുകയും ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും ചെയ്തതായ വ്യക്തിയെ നിന്റെ ജീവിതത്തിൽ അമലില്ലാതെ ആ നന്മയില്ലാതെ മറ്റുള്ളവരോട് നീ എന്തിനാണ് കൽപ്പിക്കുന്നത്? ഏറ്റവും വലിയ പാതകമാണ് കബുറ മഖ്തൻ ഇൻദല്ലാഹ്, കബുറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. നിങ്ങൾ സ്വന്തമായി ചെയ്യാതെ മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാതകമാണ്. ചുരുക്കത്തിൽ ഒരു മനുഷ്യൻ സ്വന്തമായി ചെയ്യാതെ മറ്റുള്ളവരെ ആ നന്മയിലേക്ക് പ്രചോദനം കൊടുക്കാൻ പാടില്ല, കൽപ്പിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വമാണ്. ഖുർആനും അതെടുത്തു പറഞ്ഞു. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളാണ് പ്രവാചകന്മാർ. സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ നമസ്കാരമുണ്ട്. നമസ്കരിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തോട് എന്ത് പറയുന്നു? നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു. ഇന്നത്തെ മാതാപിതാക്കളെ, രക്ഷിതാക്കൾ പലരും ഈ കടമ മറന്നു പോകുന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 7 വയസ്സെത്തുന്ന കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നോമ്പ് കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സെത്തിയിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിച്ചുകൊണ്ട് അത് ചെയ്യിക്കണം. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്, ഹദീസാണ്. നമ്മൾ 7 വയസ്സെത്തുന്നതിന് മുമ്പേ അതിന് പ്രചോദനം കൊടുക്കണം. അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. 3 വയസ്സാകുമ്പോഴേ കുട്ടിയെ പട്ടിണിക്കിടുകയാണ്. കുട്ടിയെ നോമ്പ് പിടിപ്പിക്കാൻ സുന്നത്തായ നോമ്പുകളും ഫർദായ നോമ്പുകളും ഒക്കെ കുട്ടിയെ കൊണ്ട് ക്രൂശിക്കുകയാണ്. മുമ്പ് കാലങ്ങളിൽ ഒരു പ്രചോദനം എന്ന നിലയ്ക്ക്, ഒരു തഹരീദ് എന്ന നിലയ്ക്ക് അത്തരത്തിൽ നോമ്പ് പിടിപ്പിച്ചിരുന്നു. ഉച്ചയാകുമ്പോൾ ളുഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ കുട്ടിയെ കൊണ്ട് നോമ്പ് തുറപ്പിക്കും. അല്ലെങ്കിൽ കുട്ടികൾ നോമ്പ് തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപ്പ കൊടുക്കും. 7 വയസ്സെത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിയും നോമ്പ് പിടിച്ചോ അല്ലെങ്കിൽ നിസ്കരിപ്പിച്ചോ പ്രയാസപ്പെടുത്താൻ പാടില്ല. നിസ്കാരം എന്തായാലും പ്രയാസം ഉണ്ടാവൂല. എന്നാലും തറാവീഹിനെ ചേർത്ത് നിർത്തിയിട്ട് 20 എൻ്റെ കൂടെ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയ വാപ്പയോ ഉമ്മയോ ചെറിയ കുട്ടികളോട്, 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് ക്രൂശിക്കാൻ പാടില്ല. അവരുടെ ശരീരത്തെ പ്രയാസപ്പെടുത്താൻ പാടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഓരോ ശരീരത്തിനും കഴിവാകുന്നതല്ലാതെ അള്ളാഹു തക്ലീഫ് ചെയ്തിട്ടില്ല, ശാസന നൽകിയിട്ടില്ല. പല രക്ഷിതാക്കളും മാതാപിതാക്കളും മക്കളെ കൊണ്ട് നമസ്കരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് ചെറിയ പ്രായത്തിൽ അത് ചെയ്യിച്ചിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കാണ്. ക്രെഡിറ്റ് മൊത്തം വാപ്പാക്കും ഉമ്മാക്കും. അത്തായി അമ്മായി അതിന് ക്രെഡിറ്റ് എടുക്കാൻ. കുട്ടിയെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് പ്രയാസപ്പെടുത്താൻ. 3 വയസ്സേ ഉള്ളൂ, 4 വയസ്സേ ഉള്ളൂ, അവനെ പട്ടിണിക്കിടാൻ. വിശന്ന് ദാഹിച്ച് പരവശനായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചോദിക്കുമ്പോൾ AC ഇട്ട് കൊടുക്കുന്നു, റൂമിനകത്ത് കയറ്റി എടുത്തുന്നു. പിന്നെ കുറച്ചു നേരം വണ്ടിക്കകത്തൊന്ന് കറക്കി കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വഴി ഒന്ന് കറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും അസറായിട്ടുണ്ട്. അസർ കഴിയുമ്പോൾ പിന്നെ പൊരിക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ചു നേരം ഇരുത്തി കരിയും പൊരിയൊക്കെ കണ്ടു കൊച്ചിനെ ഇടങ്ങേറാക്കി അവസാനം മഗ്‌രിബ് പോലെ എങ്ങനെയെങ്കിലും എത്തിച്ച് കൊച്ചവസാനം നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കാണ്. എന്റെ മോന് ഇന്നൊരു നോമ്പ് പിടിച്ചിട്ട് 3.5 വയസ്സ്. അല്ലാഹ്. അപ്പൊ അനിയത്തി ഇളകി. പിറ്റേ ദിവസം അനിയത്തി ഉണ്ട്. അനിയത്തിയുടെ കുഞ്ഞിനെ പതുക്കെ രാവിലെ അതിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഇടയത്താഴം കഴിപ്പിച്ച് ആ കുഞ്ഞിനെ ഇടങ്ങേറാക്കുക. 4 വയസ്സുള്ള കുഞ്ഞ് അവനോട് പറയും, കണ്ട 3.5 വയസ്സുള്ള അവൻ പിടിച്ചേക്കുന്നത്, നീ ഇത്ര 4 വയസ്സായിട്ട് പിടിച്ച അവനെ ഇടങ്ങേറാക്കുകയാണ്. ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധ ബുദ്ധിയ 7 വയസ്സിന് മുമ്പ് ചെയ്യിക്കൽ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തഹരീദ് കൊടുക്കാം. കുട്ടികൾക്കൊരു പ്രേരണ. കുട്ടികൾ ചിലപ്പോൾ നമ്മളോടൊപ്പം എഴുന്നേൽക്കും. ഇടയത്താഴ സമയത്ത് ഞാനും പിടിക്കുന്നു എന്ന് വാശി പിടിക്കും. ആ കുട്ടിയെ നമ്മൾ നോമ്പ് പിടിപ്പിക്കുന്നു. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു 10 മണിയാകുമ്പോൾ കുഞ്ഞു തന്നെ പറയും, എനിക്ക് ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കുക. അടുത്തൊരു വയസ്സായി, 4 വയസ്സായി, അപ്പൊ അവന് അസർ വരെയാവും. ഒരു 5 വയസ്സായി, അവൻ തന്നെ സ്വമേധയാ മഗ്‌രിബ് വരെയാവും.
അങ്ങനെ വരുന്നതിനല്ല പ്രശ്നം. അല്ലാതെ കുട്ടികളെ കൊണ്ട് നിർബന്ധ ബുദ്ധിയാ നോമ്പ് പിടിപ്പിച്ച് കുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുത്തി അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് അത്തായും അമ്മായും, അത് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമേ അല്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കുട്ടികളെ പ്രയാസപ്പെടുത്തുക, അത് പാടില്ല. മറിച്ച് എപ്പോഴാണ് ഈ കൽപ്പനകളും ശാസനകളും വരേണ്ടത്? 7 വയസ്സെത്തുമ്പോൾ വരണം. അപ്പോൾ തന്നെ കുട്ടികൾ പൂർത്തിയാക്കി പിടിച്ചില്ലെങ്കിലും അപ്പോഴും ഒന്നും അടിക്കാനോ പിടിക്കാനോ പാടില്ല. 10 വയസ്സെത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അടിക്കുകയും അവരോട് നിർബന്ധ ബുദ്ധിയാ കാണിക്കുകയും ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഇസ്ലാം. എത്ര മനോഹരമാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ നയം. പഠിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറയുകയാണ്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയാ. ഇന്നത്തെ തലമുറകൾ മറന്നു പോകുന്ന കാര്യം പരിശുദ്ധമായ ഖുർആൻ ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തേ, നമുക്ക് ആഘോഷ പൊലിമയിലേക്ക് കടക്കാൻ പറ്റുമോ? കാരണം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മാഈലിന്റെ ജീവിതം നമ്മുടെ മക്കൾക്കുണ്ടോ, നമുക്കുണ്ടോ? നമ്മുടെ കുടുംബത്തോട് നമ്മൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കാറുണ്ടോ? സകാത്ത് കൊണ്ട് കൽപ്പിക്കാറുണ്ടോ? നമ്മൾ നമസ്കരിക്കാറുണ്ടോ? മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും മോശപ്പെട്ട സിനിമകൾ കണ്ടും സീരിയലിന് അടിമപ്പെട്ടുകൊണ്ടും ഫേസ്ബുക്കിൽ റീൽസുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നതായ മക്കളായി മാറിയില്ലയോ? ആഖിറത്തെ ചിന്തിക്കാത്ത മക്കളായി നവതലമുറ മാറ്റപ്പെട്ടില്ലയോ? നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് നീ എപ്പോഴെങ്കിലും പള്ളിയിൽ പോകണമെന്നുള്ള ഒരു ശാസന നിന്റെ മകനോട് മകളോട് നീ നൽകിയിട്ടുണ്ടോ? നമസ്കാരത്തിന്റെ സമയത്തും മോളെ പള്ളിയിൽ ബാങ്ക് വിളിച്ചുകൊണ്ട് കേൾക്കുന്നില്ലേ, നിസ്കരിക്കുന്നു എന്ന മകളോട് പറയാറുണ്ടോ? ഇല്ല 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 ഇല്ല. ഇന്നത്തെ മാതാപിതാക്കൾ മറന്നു പോകുന്ന വിഷയമാണ്. പലരും ആ വിഷയത്തിൽ ശ്രദ്ധാലുക്കളല്ല. എന്നാൽ മക്കള് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ ഒരു മടിയുമില്ല. രാവിലെയും വൈകിട്ടും മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും അടുത്തേക്ക് പോകുമ്പോഴും അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ചുള്ള ചിന്തയാണ്. വീട്ടിൽ നിന്ന് എത്ര ദൂരെ യാത്രത്തേക്ക് പോയാലും ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഫോൺ വിളിച്ചാലും അത്തായും അമ്മായും ചോദിക്കാറുള്ളത് മോനെ ഭക്ഷണം കഴിച്ചോ എന്നാണ്. ആഖിറത്തെ സമ്പാദിക്കാൻ പരലോക ജീവിതത്തിന് നിദാനമായി, വിജയത്തിന് നിദാനമായി പരിശുദ്ധ പ്രവാചകനും തിരുസുന്നത്തും പഠിപ്പിച്ചതായ ഒരു നമസ്കാരവും ചിട്ടവെക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുന്നില്ല. ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ ജീവിതചര്യ നമുക്കോ നമ്മുടെ മക്കൾക്കോ ഇല്ല. നമസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിച്ചിരുന്നു, സകാത്ത് കൊണ്ട് കുടുംബത്തോട് കൽപ്പിച്ചിരുന്നു ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അദ്ദേഹം എത്തിയതാകുന്ന തസ്തികയെ കുറിച്ച് അല്ലാഹു തന്നെ പറയുകയാണ്, വകാന ഇൻദ റബ്ബിഹി മർളിയാ. അല്ലാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ടതാകുന്ന അടിമയാണ് സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സംതൃപ്തിപ്പെട്ട അടിമയായിരുന്നു സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. എന്തുകൊണ്ട്? ആ സംതൃപ്തി എങ്ങനെ കരഗതമാക്കിയത്? നിസ്കരിക്കുന്നു, തന്റെ കുടുംബത്തെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നു. ഭർത്താവും ഭാര്യയൊക്കെ അങ്ങനെ വരണം, എല്ലാവരും അങ്ങനെ വേണം. അത്ത അമ്മയെ വിളിക്കുന്ന സ്വഭാവം ഉണ്ടാവണം, അമ്മ അത്തായെ വിളിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. സുബഹിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, ഇന്നത് പോയി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തില്ലയോ, റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ വസല്ലാ റകഅതൈൻ ഫഇൻ അബാ نضح في وجهه الماء ورحم الله امرأة قامت في الليل
وأيقظ أهله فإن أبى نضحت في وجهها الماء. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയട്ടെ, ഒരു ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ. ഖാമ ഫിൽ ലൈൽ, രാത്രിയിൽ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്, 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. വഅയ്ഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. ഫൈൻ അബത്ത്, ഭാര്യ വിസമ്മതിക്കുകയാണ്. ഇക്കാ, ഞാൻ ഒരുപാട് ജോലികൾ കഴിഞ്ഞിട്ടല്ലേ ഉറങ്ങുന്നത്, പാത്രങ്ങളെല്ലാം കഴുകി പകൽ മുറ്റമെല്ലാം തൂത്ത് ഒരുപാട് വിശ്രമങ്ങളും എനിക്ക് അനുവദിക്കപ്പെട്ട സമയമാണ്, നിർബന്ധ ബുദ്ധിയായി എനിക്ക് വിശ്രമം വേണമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് നിർബന്ധം പറയുന്നതായ ഭാര്യയോട് ഭർത്താവ് فإن أبت نضح في وجهها الماء, ഭാര്യ വിസമ്മതിക്കുമ്പോ ഭർത്താവ് മുഖത്തൽപ്പം വെള്ളം തളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ, പ്രിയപ്പെട്ട പ്രിയതമേ, അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകിയില്ലേ, ദീർഘായുസ്സ് നൽകിയില്ലേ, മനോഹരമായ വീട് നൽകിയില്ലേ, മനോഹരമായ വാഹനങ്ങൾ നൽകിയില്ലേ, ഈ ബെഡിൽ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട മക്കളിലേക്ക് നോക്കണേ, നല്ല സുന്ദരന്മാരായ മക്കളെ അല്ലാഹു നമുക്ക് സമ്മാനിച്ചില്ലേ. എത്രയോ ആളുകൾ വീടില്ലാത്തവരുണ്ട്, വാഹനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, മാറാവ്യാധികൾ കൊണ്ട് പ്രയാസപ്പെടുന്നതായ ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തൗഫീഖ് നമുക്ക് നൽകിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ട് അവളെ വിളിച്ച് ഉണർത്തുന്നതായ ഭർത്താവിന് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു കൊടുക്കുകയാണ്. വറഹിമല്ലാഹു ഇംറഅത, ഒരു പെണ്ണിനും അല്ലാഹു കരുണ ചൊരിയട്ടെ. ഖാമത്ത് ഫിൽ ലൈൽ, അവൾ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ്, നമസ്കാര ചിട്ട വെക്കുകയാണ്, ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവ്, എഴുന്നേൽക്കാൻ വേണ്ടി പറയുകയാണ്. അയഖള അഹ്ലഹാ, അവളുടെ ഭർത്താവിനെ വിളിച്ചുണർത്തുമ്പോ അവൻ വിസമ്മതിക്കുകയാണ്. രാത്രി 2 മണി സമയമായി, ഞാൻ കടയടിച്ചിട്ട് വന്ന് ഉറങ്ങിയപ്പോ നീ എന്തിനാണ് എന്നെ വിളിച്ചുണർത്തുന്നത് എന്ന് പറഞ്ഞ് ഭാര്യയോട് കയർക്കുന്നതായ ഭർത്താവിനോട് സ്നേഹത്തിൽ അല്പം വെള്ളം തെളിച്ചുകൊണ്ട് വിളിച്ചുണർത്തുന്നതായ ഭാര്യമാരുണ്ടോ, അമ്മമാരുണ്ടോ, സഹോദരിമാരുണ്ടോ? അല്ലാഹു അവർക്ക് കരുണ ചൊരിയട്ടെ എന്നും നബിയുനാ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ ദുആ വാങ്ങിച്ചെടുത്തതായ നാട്ടുകാരായി ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ടോ? ആരാണ് ഈ ദുആ വാങ്ങിച്ചെടുത്തവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്ത ഈ വിഭാഗത്തിൽ നമ്മൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കണം. ആരാ ചെയ്ത്? മക്കളെ വിളിച്ചുണർത്തുന്ന ആര്? വാപ്പ എഴുന്നേക്കുന്നു, വാപ്പ തന്നെ സ്വമേധയാ പള്ളിയിലേക്ക് നടക്കുന്നു. ഉമ്മ എഴുന്നേക്കുന്നു, ഉമ്മ തന്നെ ഒളു എടുത്ത് നേരെ സ്വമേധയാ നിസ്കാര റൂമിലേക്ക് കയറുന്നു. മക്കളെ യാതൊരു കാര്യത്തിനും ബന്ധപ്പെടുത്ത ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറി. അവരെ കൈക്ക് പിടിച്ച് പള്ളിയിലേക്ക് ജമാഅത്തിന് കൊണ്ടുവരുന്ന ഒരു ശീലം മുമ്പ് കാലങ്ങളിൽ നമ്മുടെ അത്തമാർക്കുണ്ടായിരുന്നു. ഇന്നത് കുറഞ്ഞുപോയി. പ്രത്യേകിച്ച് യുവാക്കളെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുന്നേയില്ല. അവരെ പള്ളിയിൽ വരുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, ഇബാദത്ത് എടുക്കുന്നുണ്ടോ, ആരും ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സഹാബത്തിന്റെ ഇടയിൽ മുസ്ലിമിനും കാഫിറിനും ഇടയിൽ അവർ ഏറ്റവും വ്യക്തമായി കണ്ടിരുന്ന അടയാളം അത് നിസ്കാരമായിരുന്നു. നിസ്കാരം ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ കാഫിർ എന്നവർ പച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഒരു മടിയില്ല. ജമാഅത്ത് ഒഴിവാക്കി നടക്കുന്ന ആളുകളുണ്ട്, നിഷേധിയാണവർ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. പള്ളിയിലും വരൂല, ജുമായ്ക്കും വരൂല, ജമാഅത്തിനും വരൂല. മുമ്പ് കാലങ്ങളിൽ അവ്വല് സഫിലുണ്ടായിരുന്നു. ഇപ്പൊ സമ്പത്ത് അല്പം കൂടിയപ്പോ ജുമാ വേണ്ട, ജമാഅത്ത് വേണ്ട, എല്ലാത്തിൽ നിന്നും പുറകോട്ട് പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സമ്പത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സമ്പത്താണ്. പ്രത്യേകിച്ച് യുവാക്കൾ. ഒരുത്തനെ കൊലപാതകം ചെയ്തിട്ടാണെങ്കിലും തനിക്ക് സമ്പത്ത് കൈമുതലാക്കണമെന്ന് ഉള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ യുവാക്കൾക്കും യുവതികൾക്കും.
കഞ്ചാവ് ബിസിനസ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, MDMA കച്ചവടം ചെയ്തിട്ടായാലും കുഴപ്പമില്ല, LSD ബിസിനസ് നടത്തിയിട്ടായാലും കുഴപ്പമില്ല, മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്തിട്ടായാലും കുഴപ്പമില്ല, ഗൾഫിൽ നിന്ന് മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുവന്നാട്ടെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അല്പം പൈസ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഏത് തറപ്പണിയും ഇന്നത്തേതാകുന്ന ചെറുപ്പക്കാർ ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിച്ചേരുന്നത്? കാസർഗോഡ് ജില്ലയിൽ ഈ അടുത്തൊരു സഹോദരിയെ പിടിച്ചു കസ്റ്റംസുകാർ. എന്താണ് കാരണം? സ്വർണം മിശ്രിതമാക്കിയിട്ട് കടത്തിക്കൊണ്ടുവന്നു. എവിടെയാണ് കൊണ്ടുവന്നത്, ഏത് ഭാഗത്താ വെച്ചതെന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 19 വയസ്സേ ഉള്ളൂ പെണ്ണിന് പ്രായം. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത്? കാസർഗോഡ് ഞാൻ വാതിൽ ചെന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവരുടെ കുടുംബം മുഴുവൻ അങ്ങനെയാണ് ഉസ്താദ്, അതുകൊണ്ട് ആർക്കും അത് വലിയ നാണക്കേടൊന്നുമില്ല. ഇത് തന്നെ പരിപാടി, സ്വർണം കടത്തലാണ്. ആരെങ്കിലും ഒരാൾ ഇതിൽ പിടിക്കപ്പെടുമ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ പേര് വരികയും അല്ലെങ്കിൽ നാണക്കേടാവുകയൊക്കെ ചെയ്യൂലേ എന്നുള്ള ചിന്ത. ഒരു നാണക്കേടും ഇല്ല. കാരണം കുടുംബം മുഴുവൻ ആ പരിപാടിയാണ്. അത്തായും അമ്മായും ഒക്കെ ഇതിന്റെ മെയിൻ ആൾക്കാരാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കൾ പിന്നെ അതിനനുസരിച്ച് പോകും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏത് രീതിയിലും സമ്പത്ത് ഉണ്ടാക്കണമെന്നുള്ള ചിന്ത, അത് മാത്രമാണ് ഇന്നത്തെ തലമുറ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ, എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ. വഫിത്നതു ഉമ്മതി അൽമാൽ. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്ത് അധികരിക്കലാണ്, സമ്പത്ത് അധികരിക്കലാണ്. സമ്പത്ത് കൈവെള്ളയിലേക്ക് വന്നു കൂടുമ്പോ റബ്ബിനെ മറക്കുന്ന പ്രവണതയാണ് സമൂഹത്തിനുള്ളത്. എന്റെ സമുദായത്തിന്റെ നാശം സമ്പത്ത് അധികരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. ഈ ഉമ്മത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്രയോ കറക്റ്റാണത്. നമ്മളിലേക്ക് നോക്കി പറഞ്ഞതുപോലെയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന ഒരു മകള് കഴിഞ്ഞ ദിവസം 24 അടക്കമുള്ള ചാനലുകൾ അവളൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ലൈവായിട്ട് അവൾ പറയാണ് ഒരു കുറ്റസമ്മതം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അഥവാ 2 വർഷം മുമ്പ് കോവിഡിന്റെ കാലയളവിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്പിലൂടെ, എന്റെ ഫോണിൽ ഇൻസ്റ്റഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്ത് ഒരു അന്യരാകുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് MDMA എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ലഹരിയുടെ ഉൽപ്പന്നം എനിക്ക് തന്നു. ആലോചിക്കണം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രായം എത്രയാണ്? എന്റെ സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കും, എത്രയാണ് പ്രായം? ഇപ്പൊ 4 ദിവസം മുമ്പ് ലേറ്റസ്റ്റ് ന്യൂസാണ്, നമ്മളെല്ലാവരും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. മുസ്ലിം പെൺകുട്ടിയാണ്, അന്യമതത്തിൽപ്പെട്ടതല്ല, മുസ്ലിം പെൺകുട്ടി. ആ പ്രായത്തിലുള്ളത് ഏത് മതത്തിലാണെങ്കിലും എത്രയോ വലിയ വിപത്താണ്, മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ആ കൂട്ടുകാരൻ നൽകിയതാകുന്ന MDMA ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ആ പെണ്ണ് പറയാൻ, എന്തൊരു ധൈര്യത്തിലാണ് ആ കുട്ടി ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് ചിന്തിക്കണം. അത് ഉപയോഗിച്ച് അവസാനം ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് എത്തി നിൽക്കുന്നത്. 2 വർഷം ഇപ്പോഴത്തേക്ക് പിന്നിട്ടപ്പോൾ ആ മൊബൈൽ, അന്ന് ഓൺലൈൻ പഠിക്കാൻ വേണ്ടി അത്തായും അമ്മായും കൊടുത്ത മൊബൈൽ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ മൊബൈലിലൂടെ തന്നെ, ഇന്നും ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ഞാൻ കൂട്ടുകാർക്ക്, എൻ്റെ മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഞാൻ എത്തിച്ചു കൊടുക്കുന്നു, ഇതിന്റെ കാരിയറായിട്ട് ഞാൻ മാറിയെന്ന് പരസ്യമായിട്ടൊരു പെണ്ണ് പറയാണ്. മുസ്ലിം പെണ്ണ്. അവൾ പറയുന്നു, എന്നെ ഇതിൽ നിന്ന് പിടിച്ചത് എൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോഴാണ് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളടക്കം എല്ലാവർക്കും മനസ്സിലായി ഇത് ആരാണ് ഈ പറയുന്നത്. നല്ല ഒരു ഉമ്മാടെ മകളാണ്, അഥവാ സ്വാലിഹീങ്ങളാകുന്ന ഒരു കുടുംബത്തിൻ്റെതാകുന്ന മകളുടെ അവസ്ഥയാണിത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.